ഞാൻ അരീബ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പുതിയ അമ്മമാർക്ക്, അതുപോലെ പുതിയ അമ്മമാരുള്ള കുട്ടികളുള്ള വീട്ടിലെ മുതിർന്നവർക്കൊക്കെ വേണ്ടിയിട്ട് അവർക്കൊക്കെ ഉപകാരപ്രദം ആവും എന്ന് കരുതിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങളെ വീട്ടിൽ ഇത്തരക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. അപ്പോൾ എനിക്ക് 2 മക്കളാണ്. ഫസ്റ്റത്തത് മോളാണ്. മോൾക്ക് 4 വയസ്സായി, LKG പഠിക്കുന്നു. രണ്ടാമത്തത് മോനാണ്. മോൻ 9 മാസമായി. അപ്പോൾ ഈ 2 മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഉറക്കവും ഫുഡും എനർജിയും ഒക്കെ ത്യജിച്ച് അവരുടെ ഉറക്കത്തിനും അവർ ഭക്ഷണം കഴിപ്പിക്കാനൊക്കെ വേണ്ടി ഒരുപാട് എഫേർട്ട് ഇടുന്ന ഒരു എന്താ പറയുക, പ്രൗഡ്ലി മദറാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ എനിക്ക് പറ്റില്ല കേട്ടോ. ഞാൻ അത്തരത്തിലുള്ളൊരു അമ്മയല്ല. ഞാൻ വളരെ കൂളായിട്ട് കാണുന്നൊരു കാര്യമാണ്, വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യമാണ്. അതിന് അനാവശ്യമായിട്ട് എഫേർട്ട് ഇടുന്നില്ല. ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഭക്ഷണം വേസ്റ്റ് ആക്കാൻ അങ്ങനെ സമ്മതിക്കില്ല. അങ്ങനെയല്ലാതെ ചിലരുണ്ടല്ലോ, ചില നേരത്തെ ഭക്ഷണം വേണ്ടി ഇങ്ങനെ കുത്തിക്കയറ്റും. ചില കുട്ടികളെ വയറ്റിലെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എഫേർട്ട് ഇട്ട് ഭക്ഷണം കൊടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു അമ്മ അല്ല ഞാൻ. ഒരുപാട് സമയമൊക്കെ കളിക്കുമ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തും, ഭക്ഷണം കഴിക്കുന്ന കാര്യമൊക്കെ ഓർമ്മപ്പെടുത്താറൊക്കെ ഉണ്ട്. അല്ലാതെ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്ന ഒരു അമ്മയൊന്നുമല്ല. അപ്പോൾ എൻ്റെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല ചോദിച്ചാൽ മാഷാ അല്ലാഹ് ഇതുവരെ ആരോഗ്യപ്രദമായിട്ട് അവർക്ക് ഒരു പ്രശ്നവും വന്നിട്ടില്ല. അപ്പോൾ വലിയ ഡുണ്ടു കുട്ടികളൊന്നുമല്ല, നല്ല ജപ്പി കുട്ടികളൊന്നുമല്ല. അവർക്ക് ആവശ്യമുള്ള ആരോഗ്യത്തിനുള്ള ഭക്ഷണം അവർ കഴിക്കുന്നുണ്ട്. ഭക്ഷണം വേണ്ട സമയത്ത് ചോദിച്ച് കഴിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും 9 മാസം പ്രായമുള്ള ആ കുട്ടി എങ്ങനെയാണ് ചോദിക്കാന്ന്. സാധാരണ എൻ്റെ മോൻ കരയുന്നത് 3 കാര്യത്തിനാണ് കേട്ടോ. ഒന്ന് വിശന്നിട്ട്, ഒന്ന് ഉറക്കം വന്നിട്ട്, അല്ലെങ്കിൽ നന്നായിട്ട് വേദനിച്ച. ഈ 3 കാര്യത്തിന് മാത്രമേ അവൻ കരയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതുപോലെ സംടൈംസ് നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ മറന്നു പോയാൽ അവൻ കരയാറുണ്ട്. ഇങ്ങനെ ഈ ഒരു 4 കാര്യത്തിനാണ് സാധാരണ അവന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ മാത്രമേ കരയാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പനിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പാവായിട്ട് കിടക്കുന്ന ഒരു സാധു കൊച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ അമ്മമാരും കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന വിധവും ഒരുപോലെ ആയിരിക്കില്ല. ഇത് ഞാൻ പറയാൻ കാരണം, ചില അമ്മമാർ ഞാൻ പറഞ്ഞ പോലെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എഫേർട്ട് ഇട്ട് കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ അവരെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇവരെ ഉറക്കും സമാധാനവും ആരോഗ്യവും ഒക്കെ നശിപ്പിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ഇത് അവരുടെ ചോയ്സാണ്. ഒരു പ്രായത്തിൽ ഇന്ന പാരൻ്റാണ് നല്ലത്, അല്ലെങ്കിൽ ഈ ഒരു അമ്മ ചെയ്യുന്നതാണ് ശരി എന്നൊന്നും പറയാൻ നമ്മൾ ആരുമല്ല. കാരണം ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ട് അത് അവരുടെ ചുറ്റുപാടുള്ള ആളുകളെ അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കുട്ടിയുടെ അവസ്ഥകൾ, ചില കുട്ടികൾ, ഓരോ കുട്ടികൾ വ്യത്യസ്തരാണല്ലോ അല്ലേ. അതുപോലെ അമ്മയുടെ മാനസികാവസ്ഥ, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിനെ ബാധിക്കുന്നുണ്ട്. എന്തായാലും ബാധിക്കുന്നുണ്ട്. ഒരു ഹെൽത്തി ആയി നല്ല ഫിനാൻഷ്യലി സെറ്റായിട്ടുള്ളൊരു ഫാമിലിയിലെ ഒരമ്മയും ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരമ്മയും ഫിനാൻഷ്യലി പ്രശ്നങ്ങളുള്ള ജോലിക്കൊക്കെ പോകുന്നൊരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു ബോണ്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഇതിൽ ഏതമ്മക്കാണ് കുഞ്ഞിനോട് സ്നേഹം, ഏതമ്മക്കാണ് കുഞ്ഞിനോട് സ്നേഹക്കുറവ് എന്നൊന്ന് പറയാൻ നമ്മൾ ആരും ആളല്ലേ. ചിലപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മക്ക് 1-2 മണിക്കൂറേ കുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റൂ, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കരുതി ആ അമ്മക്ക് ആ കുഞ്ഞിനോട് സ്നേഹമില്ല എന്നൊന്നും പറയുന്നത് ശരിയല്ല. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ മക്കൾ ചെറിയ കുട്ടികളായിരുന്ന സമയത്തൊക്കെ, മോള് ചെറുതായ സമയത്തും കേട്ടിട്ടുണ്ട്, അതുപോലെ മോൻ ചെറുതായ സമയത്തും കേട്ടിട്ടുണ്ട് കേട്ടോ. കുട്ടി ഇപ്പോൾ ആരെങ്കിലുമൊക്കെ മേടിച്ചു ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവരെല്ലാവരും കൊഞ്ചിച്ചും കളിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ കുട്ടി ഒന്ന് കരഞ്ഞാൽ നേരെ കുട്ടി എൻ്റെ കയ്യിലെത്തും. കുട്ടിക്ക് പാല് കൊടുത്താൽ മതി, കുട്ടി കരച്ചിൽ നിർത്തും. ഇങ്ങനെ പാല് കൊടുത്ത് എൻ്റെ മോന് ഓവർ ഫീഡിങ്ങും അതുപോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. തികറ്റി വരും, അവന് വയറിൻ്റെ ഉള്ളിൽ ഭയങ്കര അസ്വസ്ഥത, അങ്ങനെ ഭയങ്കര പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടമ്മി ടൈം കൊടുക്കലും അതുപോലെ ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ കുട്ടിയൊക്കെ കൊടുത്തൊക്കെയാണ് അവൻ്റെ ഗ്യാസും ഈ ഓവർ ഫീഡിങ്ങും പ്രശ്നങ്ങളൊക്കെ ഞാൻ മാറ്റിയെടുത്തത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഓവർ ഫീഡിങ് മൂലം അവൻ കരയുമ്പോൾ പോലും എൻ്റെ അടുത്ത് കുട്ടിയെ കൊണ്ടു തന്നിട്ട് കുട്ടി വിശന്നിട്ടാണ് കരയുന്നതെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പാല് കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊന്നും എനിക്കിതിനെതിരെ പ്രതികരിക്കാൻ പറ്റിയില്ല.
അതിന് കാരണം എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് ഇത് പറയുന്ന ആളുകൾ അവർ ഒരുപാട് കുട്ടികളെ നോക്കി എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളെ പെറ്റു വളർത്തിയ ഉമ്മമാരായിരിക്കാം. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് തിരിച്ച് പറയാൻ പറ്റില്ല അത് വിശന്നിട്ടല്ല ഇപ്പോൾ കൊടുക്കണ്ട എന്ന് തീർത്ത് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും ഞാൻ ചെയ്തത് തെറ്റാണ്. നമ്മളെ കുട്ടികളെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ അറിയുക നമ്മളായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ ഒരു ഫസ്റ്റ് മന്തൊക്കെ നമുക്ക് അവരെ സഹായിക്കാൻ വേണ്ടി വരും, ആദ്യത്തെ കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലേ. അവർ പറഞ്ഞ പോലെയൊക്കെ ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് അത്ര തന്നെ ഒരു കുട്ടികളെ നോക്കിയോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരിക്കും. പക്ഷേ പോകെ പോകെ നമ്മൾ പഠിച്ചെടുത്താൽ നമ്മളെ കുട്ടികളെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ കുട്ടി കരയുന്നത് ഈ ഒരു കാര്യത്തിനല്ല. നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാം, തുറന്ന് പറയണം, കുട്ടി കരയുന്നത് ഇതിന് വേണ്ടിയിട്ടല്ല, ഒരു പക്ഷേ ഉറക്കം വന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ കുട്ടിയുടെ തല എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടായിരിക്കാം, കുട്ടിക്ക് എന്തെങ്കിലും വേദന വന്നിട്ടുണ്ടായിരിക്കും, ആ കാര്യങ്ങളൊക്കെ വേണ്ടി ചെയ്യാം. അല്ലാതെ ഇവർ പറഞ്ഞു കേട്ട് നമ്മളിങ്ങനെ ഫീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അമ്മമാർ പറഞ്ഞാൽ അവർ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ആ ഒരു സമയത്ത് അവർ വല്ലാത്ത പ്രയാസത്തിലായിരിക്കില്ലേ. ഹോർമോണൽ പ്രശ്നങ്ങളുണ്ടാവും, സ്റ്റിച്ചിൻ്റെ പെയിൻ ഉണ്ടാവും, കുട്ടികളെ കരച്ചിലുണ്ടാവും, ഇങ്ങനെ വല്ലാണ്ട് പ്രയാസപ്പെടുന്ന അമ്മമാരായിരിക്കും. അപ്പോഴായിരിക്കും കുട്ടി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കും, കുട്ടി ഉറങ്ങുമ്പോൾ പോലും മടിയിലെടുത്ത് വെക്കാൻ ആളുകളുണ്ടായിരിക്കും. പക്ഷേ കുട്ടി ഒന്ന് കരഞ്ഞാൽ ആ ഒരു പ്രഷറുള്ള ഒരു സംഭവം മാത്രം ഈ ഒരു അമ്മയുടെ നെഞ്ചത്തോട്ട് വരും അല്ലേ. അവർ ഓൾറെഡി പ്രഷറിലാണ്, അവർക്ക് ഇനിയും പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി, വീട്ടിലെ പ്രായമുള്ളവരാണെങ്കിൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ചുകൂടെയൊക്കെ ഈ അമ്മമാർക്ക് ഈസി ടാസ്ക് ആക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ തുറന്ന് പറയാൻ പറ്റിയ അമ്മമാർ ആദ്യം തുറന്ന് പറയാൻ പറ്റിയാൽ അത് അതുകൊണ്ടല്ല എൻ്റെ കുട്ടിയെ എനിക്കറിയാം എന്ന് തുറന്ന് പറയാം. ഓരോരുത്തർക്കും ഓരോ രീതിക്കായിരിക്കും. ചിലർ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി പറയുന്നതിനനുസരിച്ചിട്ട് കേട്ടോ, സ്നേഹത്തോടെ നിഷേധിക്കുക എന്നൊക്കെ പറയാമല്ലോ, അങ്ങനെയൊക്കെ പറയാൻ പറ്റിയാൽ വളരെ നന്നായിരിക്കും. ചിലർക്ക് ഈ സ്നേഹത്തോടെ നിഷേധിക്കുന്നതൊന്നും ഏൽക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ തുറന്ന് പറയും, കാരണം നമ്മളെ കുട്ടിക്ക് പറയാൻ പറ്റില്ലല്ലോ, അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം അല്ലേ. അവരോട് ആരെങ്കിലും, കുഞ്ഞുങ്ങളോട് ആരെങ്കിലും അതിക്രമം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാം. അത് ചെയ്യരുത്, അത് തീർത്ത് പറയുക. അതിനുള്ള ധൈര്യം ഓരോ പോരാളികൾക്കും ഉണ്ടായിരിക്കണം. അവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവർ നമ്മളെ കുഞ്ഞിനെ ശപിക്കുമോ, ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഫസ്റ്റത്തെ പോരാളി അത് അമ്മ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കാര്യം. കുട്ടികൾ കരയുന്നത് എപ്പോഴും വിശന്നിട്ടല്ല എന്ന് മനസ്സിലാക്കുക. കുട്ടികൾ കരയാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഒരുപാട് അസുഖങ്ങളുള്ള കുട്ടികൾക്ക് അതിൻ്റേതായിട്ടുള്ള കരച്ചിലുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നോക്കുക. ഓരോ കുട്ടിക്കും ഫീഡിങ് ചെയ്യേണ്ട സമയവും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കൃത്യമായിട്ട് നോക്കിയിട്ട് കുട്ടികളെ വളർത്തുക. കുട്ടികളെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഇഷ്ടപ്പെട്ട് കൂളായിട്ട് നോക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. എൻജോയ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പാരൻറ്റിങ്. എല്ലാവർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാ അമ്മമാരും എല്ലാ കുഞ്ഞുങ്ങളും ഒരു നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.